ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മുടെ AAPC ലോഗിൻ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൽ കൂടെ എങ്ങനെയാണ് എക്സാം ബുക്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി കുറേ ആൾക്കാർക്ക് ഇതറിയായിരിക്കും, പക്ഷേ കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച്, ചിലവർക്കൊക്കെ അവർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും ഇത് ചെയ്തു തരുന്നത്. പക്ഷേ കുറേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് എക്സാം ഇതിൽ കൂടെ ബുക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നമ്മളിവിടെ AAPCയുടെ സൈറ്റ് വന്നതിന് ശേഷം എൻ്റെ ഇവിടെ ഓൾറെഡി ലോഗ്ഡ് ഇൻ ആണ്. ഇപ്പം നിങ്ങളൊരു മെമ്പർ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിക്കം എ മെമ്പർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അതിനകത്ത് കണ്ടോ, ഇവിടെ ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് ഉണ്ട്. അതിന് $180 ആണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ അഡീഷണൽ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻസ്, അതായത് വെബിനാർ ഉണ്ട്, അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ കോഴ്സ് ലൈബ്രറി ഉണ്ട്, അതുപോലെ TIH ന്യൂസ് ലെറ്റർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 3 ഫ്രീ ഇഷ്യൂസ് ആണ് വരുന്നത്. അതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും അവരെടുക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു അഡീഷണൽ ആഡ് ഓൺസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആനുവൽ മെമ്പർഷിപ്പ് ഫീസിൻ്റെ ആ ഒരു ഡ്യൂ മാത്രം $180 അത് പേ ചെയ്യുക. പേ ചെയ്ത് ജോയിൻ ആ ഒരു മെമ്പർ ആയതിന് ശേഷം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ഇൻ കേസ് നിങ്ങൾ ഓൾറെഡി ഒരു മെമ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗിൻ ID-യും അതുപോലെ തന്നെ പാസ്വേഡും ഒക്കെ നിങ്ങൾക്ക് കാണുമല്ലോ. അപ്പം ആ ഒരു ID-യിൽ കൂടെ തന്നെ നിങ്ങൾ കയറുക. അത് ID-യും പാസ്വേഡും നിങ്ങൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഒന്നീ സേവ് ചെയ്ത് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താലും മതി. ഞാൻ എൻ്റെ ഈസി ആക്സസിന് വേണ്ടി സേവ് ചെയ്തിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, ഇനി സൈൻ ഇൻ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എൻ്റെ മെമ്പർഷിപ്പ് റിന്യൂവൽ ഓൾറെഡി നിയർ ബൈ ആയി കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും മെമ്പർഷിപ്പിൻ്റെ ഇത് വരുന്നുണ്ട്. അഡീഷണലായിട്ട് പേ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആ ഒരു പോപ്പപ്പ് മെസ്സേജ് വരുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈ അക്കൗണ്ട് എന്നുള്ള ഇവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ പേരും അതുപോലെ തന്നെ മെമ്പർ ID ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ എന്തൊക്കെ ഇമെയിൽ സബ്സ്ക്രിപ്ഷൻസ് ആണ് എനിക്കുള്ളത്, അതായത് AAPC ന്യൂസ്, ഇവൻറ്റ്സ് അപ്ഡേറ്റ്, അതുപോലെ തന്നെ ബിസിനസ് മന്ത്ലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ഏത് എംപ്ലോയറിൻ്റെ ടൈപ്പിലാണ് അതൊന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പഴയ കാര്യങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെമ്പർഷിപ്പ് റിന്യൂവൽ ഇവിടെ കണ്ടോ, നമ്മുടെ മെമ്പർഷിപ്പിനെ കുറിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട് 31/8/2021 എൻ്റെ റിന്യൂവൽ ഇനി വരുന്നത്. ആ ഒരു ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേജ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പേർച്ചേസസിനെ കുറിച്ച് പറയുമ്പോഴത്തേനും നമ്മുടെ കണ്ടോ, ഇവിടെ ഞാൻ പർച്ചേസ് ചെയ്ത കാര്യങ്ങളാണ്. റിന്യൂവൽ, മെമ്പർഷിപ്പ്, ഇങ്ങനെയുള്ള നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് ഇവിടെ കാണിക്കും. അതിൻ്റെ റെസിപ്റ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അതെങ്കിൽ എക്സാം എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. മെമ്പർഷിപ്പ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, സർട്ടിഫിക്കേഷൻ, നെറ്റ്വർക്കിംഗ്, റിസോഴ്സസ്, ബുക്സ് ഓർ സോഫ്റ്റ്വെയർസ്. അപ്പം ഇവിടെ മെമ്പർഷിപ്പിനകത്താണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മെമ്പർ ആകുക, അതുപോലെ തന്നെ റിന്യൂവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിന്യൂവൽ ചെയ്യാം. മെമ്പറിൻ്റെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് അവെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ട്രെയിനിങ്സ് നമുക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെ CUs എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്കിവിടെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, CUs. അപ്പം ഞാൻ ഫ്രീ CUs എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് റിന്യൂവലിൻ്റെ സമയത്ത് എവറി 2 years വരുന്നുണ്ട് അറൗണ്ട് 36 CUs നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പം ഓരോ CUസും നമ്മൾ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പം നമ്മുടെ ടൈമിനനുസരിച്ച് നമ്മൾ ഫ്രീ CUs ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് ദി എൻഡ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കറക്റ്റായിട്ടും നമുക്ക് ആ CUs നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം.
കഴിഞ്ഞ വർഷം എനിക്ക് CU അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിലേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ ഫീ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോപ്പർ ടൈമിനുള്ളിൽ നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ഫീസ് കളക്ട് ചെയ്യും, ഒരു CU എക്സ്റ്റൻഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അവർ കുറച്ച് ഡേയ്സും കൂടെ നമുക്ക് എക്സ്ട്രാ തരും നമ്മുടെ CUs വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള. അപ്പോൾ വീണ്ടും ആ ഒരു പെർട്ടിക്കുലർ ടൈമിനനുസരിച്ച് നമ്മൾ CU അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ആദ്യമേ തന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നോക്കാം, അതായത് എക്സാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ പല ടൈപ്പിലുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട് നമ്മുടെ AAPCയിൽ. എല്ലാവരുടെയും വിചാരം നമുക്ക് CPC അല്ലെന്നുണ്ടെങ്കിൽ കോഡിംഗ് മാത്രമാണ് ഈ ഒരു AAPC ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെയല്ല, കുറേ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതായത് മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് ഉണ്ട്, ബില്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ഉണ്ട്, മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ്റെ ഔട്ട് പേഷ്യൻ്റ് ഇൻ പേഷ്യൻറ്റും ഉണ്ട്, കംപ്ലയൻസ്, പ്രാക്ടീസ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സർട്ടിഫിക്കേഷൻസ് ആണ് നമുക്കുള്ളത്. അതിനകത്ത് തന്നെ മെയിനായിട്ടും പല സർട്ടിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ CIC ഒക്കെ അവർ ന്യൂലി ചെയ്തിരിക്കുന്നതാണ്, കുറച്ച് നാളുകളായുള്ളൂ. അങ്ങനെ പല പോപ്പുലർ സർട്ടിഫിക്കേഷൻസിൻ്റെ നെയിമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പം മെഡിക്കൽ കോഡിങ്ങിനെ റിലേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. ഇവിടെ മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് CPC ഉണ്ട്, അതായത് പ്രൊഫഷണൽ കോഡ് സർട്ടിഫിക്കേഷൻ. ഇനിയും സർട്ടിഫൈഡ് ഔട്ട് പേഷ്യൻറ്റ് കോഡിംഗ് ഉണ്ട്, COC എന്നാണ് അതിന് പറയുന്നത്. അതുപോലെ തന്നെ സർട്ടിഫൈഡ് ഇൻ പേഷ്യൻറ്റ് കോഡർ ഉണ്ട്, അത് CIC എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, സ്പെഷ്യാലിറ്റി കോഡിംഗ് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സസാണ് ഈ സ്പെഷ്യാലിറ്റി സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് കണ്ടോ, ഇത് CASCC എന്ന് പറയുന്ന ഒരു ക്രെഡൻഷ്യലാണ്. ഇതിനകത്ത് നമ്മൾ മെയിൻലി ചെയ്യുന്നത് സർട്ടിഫൈഡ് ആംബുലേറ്ററി സർജറി സെൻറ്റർ കോഡർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക് ഒരു സ്പെഷ്യാലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു പീഡിയാട്രിക്കിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആംബുലേറ്ററി സർജറിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് കോഡിങ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഹോസ്പിറ്റൽ, ഇപ്പോൾ നിങ്ങളൊരു നല്ലൊരു ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ ഒരു സ്പെഷ്യാലിറ്റി മാത്രമേ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ, അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ്. അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസിലും ആ ഒരു ടൈപ്പ് ഓഫ് ഫീൽഡിലും മാത്രം കണ്ടിന്യൂ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്മൾ CPC ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ, ഓർത്തോപെഡിക് സർജറി കോഡർ COSC എന്ന് പറയുന്നത്. അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്പെഷ്യാലിറ്റി കോഡിങ് ഇവിടെ കൊടുത്തിട്ട് ഉണ്ട്. അപ്പം ഈ സ്പെഷ്യാലിറ്റി കോഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സാംസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ ബില്ലിങ്ങിനെ കുറിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെഡിക്കൽ ബില്ലിങ്ങിന് നമുക്ക് ഒരു സർട്ടിഫിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് കോഴ്സിൻ്റെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മെഡിക്കൽ ഓഡിറ്റിംഗ് ഉണ്ട്. നമുക്ക് ഓഡിറ്റിംഗ് നല്ലൊരു ഫേമാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ UAE പ്രത്യേകിച്ചും നമുക്ക് നല്ല ഹോസ്പിറ്റൽസിലൊക്കെ മെഡിക്കൽ ഓഡിറ്റേഴ്സായിട്ടൊക്കെ കയറാൻ വേണ്ടി നല്ലൊരു ഫീൽഡാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീസിലായാലും അതിനുവേണ്ടി നമ്മൾ എഴുതുന്ന എക്സാമാണ് CPMA എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് പ്രൊഫഷണൽ മെഡിക്കൽ ഓഡിറ്റർ എന്നുള്ള ഒരു എക്സാമിനേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഈ ഒരു എക്സാമിനേഷനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സ്പെർട്ടൈസ് ആയിരിക്കുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ, ഫ്രോഡ് അബ്യൂസ്, അതുപോലെ തന്നെ കോഡിംഗ് കൺസെപ്റ്റ്സ്, മെത്തഡോളജീസ്, അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ് ഓഡിറ്റിംഗ് സ്കിൽസ്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് കോഡിംഗ് റിസ്ക് അനാലിസിസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിസൾട്ട് ഫൈൻഡിങ്സ്, മെഡിക്കൽ റെക്കോർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ CPMA ചെയ്യുമ്പോൾ നമ്മൾ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ട് ഇരിക്കേണ്ടത്. ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ ഓഡിറ്ററായിട്ട് നമുക്ക് പല ഫേംസിലും വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കണ്ടോ, ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ $399 പേ ചെയ്യുന്നുണ്ട്. ഇനി ഇതല്ല, ഒരു എക്സാം ബണ്ടിലായിട്ട് 3 പ്രാക്ടീസ് എക്സാമിനേഷൻസ്, അതുപോലെ തന്നെ CPMA സ്റ്റഡി ഗൈഡ്, പിന്നെ എക്സാമിനേഷൻ, ഇത് 3ഉം കൂടെ ചെയ്യുവാണെന്നുണ്ടെങ്കിലും നമുക്ക്
ഇത് ടിൽ ജൂലൈ 30th ആയിരുന്നു വരുന്നത്. ചിലപ്പോൾ മെമ്പർ ആയിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു ഡിസ്കൗണ്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. $399 ആണ് പേ ചെയ്യേണ്ടത് $. അപ്പോൾ ആ ഒരു എക്സാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ്റെ ഔട്ട് പേഷ്യൻ്റ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് CDEO എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ്റെ ഇൻ പേഷ്യൻറ്റും ഉണ്ട്. CDEI ആണ് ഈ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ കംപ്ലൈൻസ്, അങ്ങനെ പിന്നെ അതുപോലെ ലാസ്റ്റായിട്ടും പ്രാക്ടീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനിയും ഇതിനകത്ത് നമുക്ക് പ്രിപ്പയർ ഫോർ എക്സാം എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോ ക്രെഡൻഷ്യൽസിൻ്റെയും എങ്ങനെ നമ്മളെല്ലാവരും ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് കൂടുതൽ ആൾക്കാർ പഠിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സ് പഠിപ്പിക്കുന്ന കോഴ്സസ് നിങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എവിടെ പഠിച്ചാലും എക്സാം പാസ്സാകാമെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നല്ലത്, എവിടെ പഠിച്ചാലാണ് നമുക്ക് വാല്യൂ ഉണ്ടാവുന്നത്. ആക്ച്വലി ഇതൊരു ഡിഗ്രി അല്ല, ഇതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ എവിടെ സർട്ടിഫിക്കേഷൻ ചെയ്തെന്ന് പറഞ്ഞാലും നിങ്ങൾ അൾട്ടിമേറ്റ്ലി ആ എക്സാം പാസ്സായാൽ മാത്രമേ നിങ്ങളൊരു സർട്ടിഫൈഡ് കോഡർ ആവത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു എന്ന് പറഞ്ഞാൽ അവരുടെ പഠിപ്പീരിനെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഒരു പ്ലേസിൽ പഠിച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റോ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ആ ഒരു സർട്ടിഫിക്കേഷനെ ബൂസ്റ്റ് ചെയ്യുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഓണായിട്ടും പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ ഒരു നമ്മുടെ AAPC നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സസ് എന്ന് പറയുന്നത് തന്നെ. ഇപ്പം ഇവിടെ തന്നെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഓണായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക ലേൺ മോർ. അപ്പോൾ നമുക്ക് അതൊരു കോഴ്സായിട്ട് നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചെടുക്കാം, അതുപോലെ തന്നെ അതിൻ്റെ എക്സാംസ് എങ്ങനെ ചെയ്യാം, ആ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CPC, ഇപ്പോൾ നിങ്ങൾക്കൊരു ട്രെയിനറില്ല, ഇപ്പോൾ നിങ്ങൾ ഓണായിട്ട് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. മെഡിക്കൽ ടെർമിനോളജി, പാത്തോഫിസിയോളജി, CPC പ്രിപ്പറേഷൻ, സർട്ടിഫിക്കേഷൻ സ്റ്റഡി ഗൈഡ്, അതുപോലെ തന്നെ ഓൺലൈൻ പ്രാക്ടീസ് എക്സാം, സർട്ടിഫിക്കേഷൻ എക്സാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ലാസ്റ്റിൽ എങ്ങനെയാണ് എക്സാം എഴുതുന്നത്, ഈ ഓരോ സ്റ്റെപ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്തുനിന്ന് സ്റ്റഡി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓണായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് യൂഷ്വലി ഇവരുടെ ആ ഒരു പാക്കേജ് എടുക്കുന്നുണ്ട്. അപ്പോൾ 3 പ്രാക്ടീസ് എക്സാംസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ആ പ്രാക്ടീസ് എക്സാംസും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം പാസ്സാവാൻ പറ്റും. പക്ഷേ നമ്മൾ എത്രമാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നു അത്രമാത്രം നല്ലതായിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സാം എങ്ങനെയെങ്കിലും പാസ്സാവാം, അല്ലെങ്കിൽ എല്ലാവരും പാസ്സാവുന്നുണ്ട് അതുകൊണ്ട് പാസ്സാവാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഇത് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ മുന്നേ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, പാസ്സാവാൻ പാടാണ്. അങ്ങനെയല്ല, നമ്മുടെ ആ ഒരു എഫേർട്ടിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഔട്ട്കമും കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക. എത്രയും ക്വസ്റ്റ്യൻസ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ എത്രയും ഷോർട്ട് ടൈമിൽ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് ലൊക്കേറ്റ് ഓർ ഷെഡ്യൂൾ യുവർ എക്സാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ ഒരു സർട്ടിഫിക്കേഷൻ ഓപ്ഷനിൽ പോവുക, ലൊക്കേറ്റ് ഓർ ഷെഡ്യൂൾ യുവർ എക്സാം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാം എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നതെന്ന് നോക്കുന്നത്. സോ ഇവിടെ കണ്ടോ, സെർച്ച് ഫോർ എൻ എക്സാമിനേഷൻ, സെലക്ട് ബൈ കൺട്രി, സ്റ്റേറ്റ് ഓർ ഇൻഡെക്സ്, അതുപോലെ തന്നെ ബൈ കൺട്രി, സിപ്പ് കോഡ് ആൻഡ് പ്രോക്സിമിറ്റി, ഇങ്ങനെയും ചെക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ സെലക്ട് ബൈ കൺട്രി, സ്റ്റേറ്റ് ഓർ ഇൻഡെക്സ് എന്നുള്ള എടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ UAE-യിൽ നിന്ന് എക്സാം അപ്പിയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ UAE കൊടുക്കുക. UAE കൊടുത്തതിന് ശേഷം സെർച്ച് അടിക്കുക. ഓക്കെ, സെർച്ച് അടിക്കുന്നതന്നെ ഇവിടെ കണ്ടോ 28 ഓഗസ്റ്റിൽ 9 AM റാഷിദ് സുൽത്താൻ ഖാൻ എന്ന് പറഞ്ഞ ഒരു പ്രോക്ടറിൻ്റെ അണ്ടറിലാണ് എക്സാം നടക്കുന്നത്. 36 out of 50 സീറ്റ്സ് റിമൈനിങ് ആണ്. 36 out of 50 ആണ് കാണിക്കുന്നത്. വ്യൂ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ AAPC നാഷണൽ പ്രോക്ടറിൻ്റെ ഉണ്ട് 24/9
അതിൻ്റെ എക്സാമും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ കണ്ടോ 24/9 ഇപ്പം ഞാനിവിടെ എക്സാം ഇപ്പോൾ ക്ലിക്ക് ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഇവിടെ ഡീറ്റെയിൽസ് കാണിക്കും. നമ്മുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. എക്സാം ഡേറ്റ് ആൻഡ് ടൈം 24/9/2021 9 AM. ചെക്ക് ഇൻ ടൈം നമ്മൾ ചെയ്യേണ്ടത് 8:30 AM ആണ്. നമ്മുടെ AAPC ഇതാണ് നമ്മുടെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ആ ഒരു എക്സാമിനേഷൻ്റെ ഇൻഡെക്സ് നമ്പറാണിത്. പ്രോക്ടറിൻ്റെ നെയിമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എവിടാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ടെസ്റ്റിംഗ് സെൻറ്റർ ഫസ്റ്റ് ഫ്ലോർ GMC അല്ല GMU ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, അതുപോലെ തന്നെ തുമ്പെ മെഡിസിറ്റി അൽ ജർഫ് ബിഹൈൻഡ് ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റൽ അജ്മാൻ. ഓക്കെ, അജ്മാൻ UAE 4184 ARE. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടെസ്റ്റിംഗ് ലൊക്കേഷൻ്റെ ഡയറക്ഷൻ കണ്ടോ, ഇവിടെ മാപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. സോ അതിനെക്കുറിച്ച് കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട കാര്യമില്ല. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ മെമ്പർ ആണെന്നുണ്ടെങ്കിൽ മൈ മെമ്പർഷിപ്പ് ഇസ് കറൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ രണ്ട് കാര്യങ്ങളും ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഏത് എക്സാമാണ് എഴുതാൻ പോകുന്നത്, കോഡിംഗ് ആണോ ഓഡിറ്റിംഗ് ആണോ കംപ്ലയൻസ് ആണോ നോക്കുക. ഓക്കെ, കോഡിംഗ് ആണെന്നുണ്ടെങ്കിൽ കോഡിംഗ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി കോഡിംഗ് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഏത് ഓപ്ഷൻസ് ആണ് വരുന്നതെന്ന് നോക്കും. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം. CPC, COC, CIC ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ CPC ആണെങ്കിൽ CPC ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടോ ഇവിടെ ഇപ്പം 5:30 ആണ് 2021 എക്സാം പ്രൊമോഷൻ CPC ഫോറിൻ എക്സാം സ്റ്റഡി ഗൈഡ് പ്രാക്ടീസ് എക്സാം ഇത്രയും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ 5:30 ആണ് വരുന്നത്. ഇനി ഓക്കെ, എക്സാം ഉള്ളി ആണെന്നുണ്ടെങ്കിലും 5:30 ആണ് ഇവിടെ കാണിക്കുന്നത്. സോ അതിനകത്ത് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ യുവർ മെമ്പർഷിപ്പ് എക്സ്പയർസ് എൻ്റെ മെമ്പർഷിപ്പ് എക്സ്പയർ ആവാറായതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. യു വിൽ നീഡ് ടു റിന്യൂ യുവർ മെമ്പർഷിപ്പ് പ്രയർ ടു യുവർ എക്സാം ഡേറ്റ്. ഓക്കെ അടിച്ചു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും പോപ്പപ്പ് മെസ്സേജ് വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ കാർട്ടിൽ കാണിക്കും നമ്മുടെ എക്സാം എവിടെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കാർട്ടിൽ കാണിക്കും. ഓക്കെ, ഇപ്പോൾ ഞാനിത് ഡിലീറ്റ് ചെയ്യുവാണ്. എനിക്കിതിൻ്റെ ആവശ്യമില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ആ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ UAEയിലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയാണ് ഞാൻ ഫസ്റ്റ് വൺ പറഞ്ഞത്. ഇനിയും ഇന്ത്യയിൽ നിന്ന് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സെലക്ട് യുവർ കൺട്രി ആസ് ഇന്ത്യ. ഓക്കെ, എന്നിട്ട് ഇവിടെ സെർച്ച് കൊടുക്കുക. കണ്ടോ, നിങ്ങൾക്കിവിടെ കുറേ പ്രോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് എക്സാം എഴുതുന്നവർക്ക് കാണാം. ഇവിടെ 30th ഓഗസ്റ്റിന് എക്സാം ഉണ്ട് കൊച്ചിയിൽ. അതുപോലെ തന്നെ 31st ഓഗസ്റ്റിനും ഉണ്ട് കൊച്ചിയിൽ എക്സാം. പിന്നെ 1st സെപ്റ്റംബറിലും ഉണ്ട് കൊച്ചിയിൽ എക്സാം ഉള്ളത്. ഇനിയും സെക്കൻഡ് പേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പല സ്റ്റേറ്റ്സിൻ്റെയാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ നിയർ ബൈ ആയിട്ടും ആക്സസിബിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നത് അത് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഹൈദരാബാദ്, നോയിഡ, പൂനെ, അതുപോലെ തന്നെ ചെന്നൈ, ഇങ്ങനെ പല ഇതും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേരളയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു 3 ഡേറ്റ്സാണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. 30th, 31st ഓഫ് ഓഗസ്റ്റ് ആൻഡ് 1st സെപ്റ്റംബർ. ഇതാണ് ഈ 3 ഡേറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊച്ചിയിൽ നിന്ന് എക്സാം എഴുതാൻ വില്ലിംഗ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുക. വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ കണ്ടോ റിന്യൂവൽ സെൻറ്ററിലാണ് എക്സാം നടക്കുന്നത്. ആസാദ് റോഡ്, കലൂർ, കൊച്ചി. അപ്പം ഈ ഒരു പ്ലേസിലാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്. ഇതും ഈ ഒരു ഇന്ത്യൻ ടൈം 9 AM എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ 8:30 AM നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഞാനിപ്പോൾ രണ്ടിടത്തേയും കാണിച്ചു, UAEയിലെയും കാണിച്ചു, അതുപോലെ തന്നെ ഇന്ത്യയിലെയും കാണിച്ചു. ഇങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡിഫറെൻ്റ് ഇതുണ്ട്, വെബിനാർസ്, അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൈ ചാപ്റ്റർ ഇസ് ദുബായ്.
സോ അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്കമ്മിങ് ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പം മൈ ലോക്കൽ ചാപ്റ്ററിനെ കുറിച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഓഫീസേഴ്സ്, അതുപോലെ തന്നെ മെമ്പേഴ്സ്, ലോക്കൽ ചാപ്റ്റർ സ്റ്റാഫ്സ്, ഇങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസോഴ്സസ് ഉള്ളത്. ഈ ഒരു സെഷൻ കണ്ടോ, നോളജ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സെഷൻ, അതായത് റിസോഴ്സസിൽ പോവുക, അവിടുന്ന് തന്നെ നമുക്ക് ഇവിടെ ഒരു ന്യൂ ഓർ മെഡിക്കൽ കോളിംഗ് ടൂൾസ് എന്ന് പറഞ്ഞൊരു സെഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ നോളജ് സെൻറ്ററിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ പുതിയ പുതിയ ഓരോ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓരോ ടോപ്പിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള. ഓക്കെ, അപ്പം ഇത് നമുക്ക് നമ്മുടെ ആ ഒരു നോളജ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ സർട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിലും ഇൻ ബിറ്റ്വീൻ ഇവിടെ കണ്ടോ 10 സർവീസ് ഓർ സപ്ലൈ ചെയിൻസ് അണ്ടർ റിവ്യൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് റീഡ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം എന്താണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കണ്ടോ, ടോപ്പ് 10 ലിസ്റ്റ്. ദ ഫോളോയിങ് ടോപ്പ് 10 അപ്രൂവ്ഡ് ഇഷ്യൂസ് ആർ ഓഫ് കോംപ്ലക്സ് റിവ്യൂ ഓഫ് മെഡിക്കൽ നെസസിറ്റി ആൻഡ് ഡോക്യുമെൻറ്റേഷൻ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു 10 അപ്രൂവ്ഡ് ഇഷ്യൂസിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ടോപ്പിക്സും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആ ഒരു നോളജ് സെൻറ്റർ എന്നുള്ള ഒരു സെക്ഷനിൽ നിന്ന് കിട്ടും. സോ നിങ്ങൾക്ക് റീഡ് ചെയ്യാനും നിങ്ങളുടെ ആ ഒരു നോളജ് ബൂസ്റ്റപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, മെഡിക്കൽ ബില്ലിംഗ് ആൻഡ് കോഡിംഗ് ആൻഡ് ബില്ലിംഗ് ഹോട്ട് ടോപ്പിക്സ്. അപ്പം ഇവിടെ മെഡിക്കൽ കോഡിംഗ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മെഡിക്കൽ കോഡിംഗ് ഓക്കെ, ഇവിടെ വരുന്ന അപ്കമ്മിങ് മെഡിക്കൽ CEUs, മെയിനായിട്ടുള്ള ഒരു ടോപ്പ് മെഡിക്കൽ CEUസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആർട്ടിക്കിൾസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇവൻറ്റ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ അപ്കമ്മിങ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഓഫേഴ്സ് വരുന്നുണ്ടോ, ഫ്രീ വെബിനാർസ് വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഈ ഒരു ഹോട്ട് ടോപ്പിക്കിനകത്ത് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാഗസീൻ ഹെൽത്ത് കെയർ ബിസിനസ് മന്ത്ലി ആണിത്. ഇതിനകത്ത് നമുക്ക് കണ്ടോ, ഇപ്പം ഓഗസ്റ്റ് 2021 ഇതിനകത്ത് ഒരു ഹെൽത്ത് കെയർ ബിസിനസ് മാഗസീനാണ് ഇവിടെ ഉള്ളത്. ഇതിനകത്ത് ഒരു മെയിനായിട്ടൊരു ടോപ്പിക് പറഞ്ഞിരിക്കുന്നത് ഓഡിറ്റിംഗ് ഇസ് ദ ഹാർട്ട് ബീറ്റ് ഓഫ് കംപ്ലയൻസ്. ഇനിയും ഇതിനകത്ത് ഈ ഒരു ഫുൾ ഇഷ്യൂ നമുക്ക് വായിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 2021 പബ്ലിഷ് ചെയ്തേക്കുന്ന ഡീറ്റെയിൽസ് ആണ് വരുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ക്ലിക്ക്, ഇപ്പോൾ എൻ്റെ ലോഗിൻ എന്തോ ഫെയിലായി. സോ നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ മന്ത്ലി പബ്ലിഷിങ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ റിസോഴ്സസ് ആണ് ഇവിടെ നോക്കിയത്. ഇനി ഇവിടെ കണ്ടോ, മെഡിക്കൽ കോഡിംഗ് ജോബ്സിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് കരിയർ എൻഹാൻസ്മെൻറ്റിനകത്ത്. അപ്പം ഈ ഒരു മെഡിക്കൽ കോഡിംഗ് ജോബ്സിനകത്ത് പല ടൈപ്പ് ഓഫ് ജോബ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. AAPCനെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന ജോബ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നിങ്ങളിപ്പം ഇവിടെ ഓക്കെ, ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടേ
നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ്സിനെ കുറിച്ച് കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും നിയർ ബൈ ലൊക്കാലിറ്റീസ് യൂഷ്വലി അവർ USA ബേസ്ഡ് ആയിട്ടുള്ള ജോബ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഏതെങ്കിലും അങ്ങനെ ഏതെങ്കിലും സെഷനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കൺട്രിയിലാണ്, ഇപ്പോൾ USA അതുപോലെ തന്നെ അങ്ങനെയുള്ള കൺട്രീസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും ഏത് ജോബാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളത്. അതിനുവേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് റിസോഴ്സസിനകത്തുള്ള. പിന്നെ അതുപോലെ തന്നെ കുറേ ടിപ്സ് കൊടുത്തിട്ടുണ്ട് ഫോർ ജോബ് സീക്കേഴ്സ്. പിന്നെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ സാലറീസ്, അതുപോലെ തന്നെ അതർ ബെനിഫിറ്റ്സ്, മെമ്പർ ബെനിഫിറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അപ്രൻറ്റൈസ് റിമൂവൽ ആപ്ലിക്കേഷൻ. അതായത് നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോൾ CPC-A എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്കൊരു 2 year എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അപ്രൻറ്റൈസ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് CPC-A എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങളുടെ നിങ്ങളിപ്പം മോർ ദാൻ 2 years ആയിട്ട് ഒരു ഹെൽത്ത് ഹോസ്പിറ്റലിലോ എവിടെയെങ്കിലും ഇൻഷുറൻസ് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ICD CPT കോഡ്സുമായിട്ടും നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുമായിട്ട് നല്ല നോളജ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ലെറ്റർ നിങ്ങളുടെ കമ്പനി മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്, അതായത് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് മാനേജർ ആയാലും മതി, അവരുടെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ വാങ്ങിക്കുക. കമ്പനിയുടെയും അവരുടെയും അവരുടെ സിഗ്നേച്ചറും അതുപോലെ തന്നെ കമ്പനിയുടെയും, പിന്നെ അവർക്ക് മാനേജേഴ്സിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാമ്പ്സ് ഉണ്ടെങ്കിൽ അത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് AAPCക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. സോ ആ സമയത്ത് നമ്മുടെ അപ്രൻറ്റൈസ് റിമൂവ് ചെയ്ത് കിട്ടും. ആ ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അപ്രൻറ്റൈസ് റിമൂവൽ ആപ്ലിക്കേഷൻ. ഇനി നമ്മുടെ ബുക്സ് ഓർ സോഫ്റ്റ്വെയർസ് എന്നുള്ള ഒരു ഓപ്ഷനാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഇതിൽ നിങ്ങൾക്കിപ്പോൾ 2021 ബുക്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2021 ബുക്ക് ക്ലിക്ക് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ കണ്ടോ, ഇത് ഇപ്പം ICD-10 മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 3 ബുക്സും കൂടെ കൊടുത്തിട്ടുണ്ട്, ICD, CPT ആൻഡ് ഹെക്പിക്സ്. ഓക്കെ, അതുപോലെ തന്നെ ഹെക്പിക്സിൻ്റെ ഇവിടെ മാത്രം കൊടുത്തിട്ടുണ്ട്, CPT തന്നെ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ബണ്ടിലായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എന്താ പറയുന്നത്, നമ്മുടെ പ്രൈസ് കുറച്ചുകൂടെ കുറഞ്ഞിരിക്കുന്നത്. 3 ബുക്സും കൂടെ ബണ്ടിലായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും. സോ ഓൾവേസ് ട്രൈ ടു ബൈ ടുഗെദർ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബുക്സ് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ട്, 2 എണ്ണം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ വാങ്ങിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് വാങ്ങിക്കാം. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് നമ്മൾ വാങ്ങിക്കുമ്പോൾ ബെറ്ററായിട്ടുള്ളത് 3 ബുക്സും കൂടെ ഒരുമിച്ച് വാങ്ങിക്കുന്നതായിരിക്കും. കണ്ടോ, ഇവിടെ പല ടൈപ്പ് ഓഫ് ബുക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഡിങ്ങിൻ്റെ ബുക്സ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബണ്ടിലായിട്ടുള്ള ബുക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് ഇതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് പോലത്തെ ബുക്സാണ്. 2021 പ്രൊസീജിയറൽ കോഡിംഗ് എക്സ്പേർട്ട്. അപ്പം ഇത് നമുക്ക് കുറച്ചുകൂടെ നമ്മളെ എങ്ങനെ അത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അല്ല, ഇത് കുറച്ചുകൂടെ നമുക്ക് ഒരു അവെയർനെസ് തരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റഡി ഗൈഡ് പോലത്തെ ബുക്കുകളാണ് ഈ ബുക്കുകൾ. നമ്മൾ ഈ മേളിൽ കാണുന്നതാണ് നമ്മുടെ മെയിനായിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ബുക്സ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഇത് മെയിൻലി വരുന്നത് ഒരു സ്റ്റഡി ഗൈഡും പോലത്തെ ഒരു ഇതായിട്ടായിരിക്കും വരുന്നത്. സോ ഇനിയും ഇപ്പോൾ നിങ്ങൾ 2021 ബുക്സാണ് ഇപ്പോൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ചൂസ് ചെയ്യാം. ഇനി അതല്ല 2022 ബുക്സാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ദിസ് ഓപ്ഷൻ. പക്ഷേ അത് ഇപ്പോൾ റിലീസാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയും കോഡ് സ്പെഷ്യാലിറ്റി ഗൈഡ്സ് ഉണ്ട്. ഇപ്പം ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസ് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, സ്പെഷ്യാലിറ്റി കോഡിങ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പം അവർക്ക് വേണ്ടി ഒരു ഗൈഡ് എന്നാണ് അവർ ഇറക്കിയിരിക്കുന്ന ബുക്സാണ് ഇത്. പീഡിയാട്രിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ മെഡിസിൻ, യൂറോളജി, നെഫ്രോളജി, പോഡിയാട്രി,
അതുപോലെ തന്നെ പല സ്പെഷ്യാലിറ്റീസിനെ റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റഡി ഗൈഡ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഗൈഡ്സ് വെച്ചിട്ട് നമുക്ക് അപ്പോൾ അവർ നോർമലി സർട്ടിഫൈഡ് ആവാൻ വേണ്ടി നമ്മൾ നോർമൽ കോഡിംഗ് ബുക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് ഈ ബുക്സ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെയുണ്ടോ സർട്ടിഫിക്കേഷൻ സ്റ്റഡി ഗൈഡ്സ് ആണോ. ഇത് ഇപ്പോൾ CPC അതുപോലെ തന്നെ COC ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റഡി ഗൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റഡി ഗൈഡ്സ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. നമ്മളിപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും എക്സാം പഠിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റഡി ഗൈഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റഡി ഗൈഡിന് കണ്ടോ മെമ്പേഴ്സിന് $99.95 കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ $149.95 ആണ് കൊടുക്കേണ്ടത് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്ത് അനാറ്റമി ആൻഡ് മെഡിക്കൽ ടെർമിനോളജി, റിവ്യൂസ്, പ്രാക്ടീസ്, എക്സാമ്പിൾസ്, ടെസ്റ്റിംഗ് ടെക്നിക്സ് ഫോർ CPC exam, questions designed to mimic the CPC certification exam. Each chapter includes 10 review questions geared to test important coding concepts. Study guide written by same task force who wrote the CPC exam. അപ്പോൾ ആ ഒരു സെയിം ടീം തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ചിലപ്പം വേറെ കോഴ്സസൊക്കെ പഠിക്കുമ്പം ആ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ CBSE ആണെങ്കിൽ CBSE പബ്ലിഷ് ചെയ്ത ഗൈഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ തന്നെ സ്റ്റഡി ഗൈഡ് വാങ്ങിക്കുമ്പോഴത്തെ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്റ്റഡി ഗൈഡ്സ് അവൈലബിൾ ആണ്. കോഡിങ്ങിൻ്റെ എടുത്ത് നോക്കിയാൽ അതുപോലെ തന്നെ മെഡിക്കൽ ഓഡിറ്റിംഗ് ഈ ഒരു AAPCയുടെ സർട്ടിഫിക്കേഷൻസിൻ്റെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് സ്റ്റഡി ഗൈഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ സ്റ്റഡി ഗൈഡ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എപ്പോഴും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതൊരു കാര്യങ്ങളായാലും നമ്മളെപ്പോഴും ആ ഒരു എക്സാക്റ്റ് പബ്ലിഷറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്റ്റഡി ഗൈഡ് ആയിരിക്കും എപ്പോഴും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ ആൾക്കാർ വേറെ ക്വസ്റ്റ്യൻസ് വാങ്ങിക്കാറുണ്ട്. ഈവൻ ഞാനും വാങ്ങിച്ചിട്ടുണ്ട് ഔട്ട്സൈഡ് ആയിട്ടുള്ള പബ്ലിഷേഴ്സിൻ്റെ കയ്യിൽ നിന്ന് CPC എക്സാം. അത് കുറച്ച് ചീപ്പറായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ ഈ AAPCയുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് സംവാട്ട് സിമിലർ ആയിരിക്കും. നമ്മുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ ഒരു പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ ആ ക്വസ്റ്റ്യനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ കുറച്ച് കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്താൽ പോലും നമുക്ക് കുറച്ചുകൂടെ വേർത്തായിട്ടുള്ളത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ. അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വാങ്ങിക്കുകയാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എക്സാം ഈ സ്റ്റഡി ഗൈഡ്സ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ എപ്പോഴും AAPCയുടെ തന്നെ വാങ്ങിക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ ഗൈഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആണോ. ഇനി ബുക്സ് വീണ്ടും ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർസിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ന്യൂസ് ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ ഇലക്ട്രോണിക് ആയിട്ടുള്ള ന്യൂസ് ലെറ്റേഴ്സിൻ്റെ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്സ് റിലേറ്റഡ് ആണ് കൂടുതലായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, അനസ്തേഷ്യ കോഡിംഗ് അലേർട്ട്, അതുപോലെ തന്നെ കാർഡിയോളജി കോഡിംഗ് അലേർട്ട്, ENM കോഡിംഗ് അലേർട്ട്, ED കോഡിംഗ് ആൻഡ് റീഇംബേഴ്സ്മെൻറ്റ് അലേർട്ട്. ഇങ്ങനെ ഒരുപാട് കോഡിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വെച്ചിട്ടുള്ള ഈ ന്യൂസ് ലെറ്റർ പബ്ലിക്കേഷൻസ് ആണ് ഇതുള്ളത്. ഇത് മന്ത്ലി ന്യൂസ് ലെറ്റർ അല്ല, അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് അവർ പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് ലെറ്റർ എന്ന് പറഞ്ഞൊരു സെഷനാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്കിപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ CPCയുടെ എക്സാം എഴുതി പക്ഷേ സ്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒരു സ്പെഷ്യാലിറ്റിക്ക് വേണ്ടിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെഷ്യാലിറ്റിയിലാണ് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ കൂടുതലായിട്ട് പറ്റുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യാലിറ്റിയുടെ ന്യൂസ് ലെറ്റേഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാർഡിയോളജിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന കാർഡിയോളജി റിലേറ്റഡ് ആയിട്ട് വരുന്ന കോഡിംഗ് അലേർട്ടിൻ്റെ ന്യൂസ് ലെറ്റേഴ്സ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിവിടെ നോക്കുമ്പോൾ നമ്മുടെ റീസെൻറ്റ് പർച്ചേസസ് ആണ് കാണുന്നത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ബാക്ക് ടു CEUs നോക്കാം. അപ്പോൾ ഇവിടെ ഫ്രീ CEUs ഉണ്ട്. ഫ്രീ CEUs എങ്ങനെയാണ് എടുക്കുന്നത്? എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ് എങ്ങനെ ലോ കോസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുള്ള CEUs നമുക്ക് കിട്ടുമെന്നുള്ളത്. ഒന്നാമതായിട്ട് നമ്മുടെ ലോക്കൽ ചാപ്റ്റർ മീറ്റിംഗ്സ് ആൻഡ് ഇവൻറ്റ്സ് ഇൻ യുവർ ഏരിയ. ഒരു അവർ നമ്മൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ലോക്കൽ ചാപ്റ്ററിൻ്റെ മീറ്റിംഗ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഈവൻറ്റ്സ് നമ്മുടെ ഏരിയയിൽ വരുന്നതാണ്. അത് അറ്റൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 CEU per hour നമുക്ക് ലഭിക്കും. സോ യു ക്യാൻ അറ്റൻഡ് ദി ലോക്കൽ ചാപ്റ്റർ മീറ്റിംഗ്സ് ഓർ ഇവൻറ്റ്സ്. അതുപോലെ തന്നെ ടെസ്റ്റ് യുവർ സെൽഫ് എക്സസൈസസ് ഉണ്ട്. ഈ ഒരു എക്സസൈസസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് CEUs ആപ്ലിക്കബിളായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ ഓരോ ടെസ്റ്റ് യുവർ സെൽഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ആദ്യം നമുക്ക് ഓഗസ്റ്റ് 2021 മുതൽ കൊടുത്തിട്ടുണ്ട്, താഴോട്ടുള്ളത് 20. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡൗൺലോഡ് ഒരു PDF ആണ്, ഒരു മാഗസിനും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പബ്ലിഷിംഗ് നമ്മൾക്ക് വായിച്ച് നോക്കാം. വായിച്ച് നോക്കിയതിന് ശേഷം നമുക്കതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് 3 attempts ആണ് ഈ ഒരു ക്വിസ് പാസ്സാവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാമിൻ്റെ ആ CEU നമുക്ക് കറക്റ്റായിട്ടും ആ ഒരു നമുക്ക് പാസ്സാവാൻ പറ്റും. ആ ഒരു എത്രയാണോ നമുക്ക് 1 hour CEU ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 1 CEU നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വിസ് നമുക്ക് അറ്റൻഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 CEU നമുക്ക് ക്രെഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു മെസ്സേജ് വരും. അപ്പോൾ ആ ഒരു CEUവിൻ്റെ നമ്പർ നമുക്ക് എടുക്കുക. നമ്പർ എടുത്തതിന് ശേഷം നമുക്ക് CEU ട്രാക്കറിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത CEUs എടുത്ത് നോക്കാം. നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ടെസ്റ്റ് യുവർ സെൽഫ് എന്നുള്ള CEU ആണ് നമ്മൾ ഇപ്പം നോക്കിയത്. ഇനി നമുക്ക് ലാസ്റ്റ് 1 നമ്മൾ 2 സെഷൻസ് കഴിഞ്ഞു. ലോക്കൽ ചാപ്റ്റർ മീറ്റിംഗ്സ് അതുപോലെ തന്നെ ടെസ്റ്റ് യുവർ സെൽഫും കഴിഞ്ഞു. ഇനി ക്വാർട്ടർലി വെബിനാർസ് ഉണ്ട്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ക്വാർട്ടർലി വെബിനാർസ്. ഇതിനകത്ത് നിങ്ങൾക്കിപ്പം ഈ ഒരു 4 മന്തിൻ്റെ കാണാൻ പറ്റത്തുള്ളൂ. സോ യു ക്യാൻ ഏൺ 1 CEU ഈച്ച്. അപ്പം 4 CEUs നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഓരോ മന്തിലും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഏപ്രിൽ വരെയുള്ളത് ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ മെയ്യുടെ കാണിക്കും. അപ്പോൾ ആ ഓരോ മാസവും നിങ്ങൾ ഈ 1 CEUs വെച്ച് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എവറി 2 years ആണ് നമ്മൾ CEU സബ്മിറ്റ് ചെയ്യേണ്ടത്. ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് CEU നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു നിങ്ങൾക്ക് എത്ര CEUs ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് വളരെ ഈസിയർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 CEU. ഓക്കെ, നിങ്ങളിത് വാച്ച് ചെയ്യുക. കംപ്ലീറ്റായിട്ട് വാച്ച് ചെയ്യണം. ഞാൻ വാച്ച് ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങൾ തിരക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേറ്റർ ഓൺ വാച്ച് ചെയ്താൽ മതി. ഈ ഒരു വീഡിയോയുടെ ടുവേർഡ്സ് ദി എൻഡ് കൊണ്ടുവരുമ്പോഴത്തേനും കണ്ടോ, ഇതാണ് CEU കോഡ് ഫോർ ദിസ് പ്രസൻറ്റേഷൻ. അപ്പോൾ ഈ ഒരു കോഡാണ് നിങ്ങൾ CEU ട്രാക്കറിൽ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു CEU കിട്ടും. നിങ്ങൾ ഈ വീഡിയോസ് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്യേണ്ടെന്നല്ല, യു ഹാവ് ടു വാച്ച് ദ വീഡിയോസ്. പക്ഷേ ആ ഒരു എൻഡിൽ നിങ്ങൾക്ക് ആ ഒരു CEU കോഡിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ട്, ആ ഒരു നമ്പറുണ്ട്. അപ്പോൾ ആ ഒരു നമ്പർ എടുത്ത് നിങ്ങൾ CEU ട്രാക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു CEU വെച്ച് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ ഓരോ മന്തും ഈ ഒരു വെബിനാർ വരുന്നുടനെ ഓരോ പുതിയ വെബിനാർസ് വരുമ്പം നിങ്ങളിത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓരോരോ CEUs വെച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു
AAPC ലോഗിനിൽ നിന്ന് നമുക്ക് മെയിനായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ആദ്യമേ തന്നെ നമ്മളോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡ്സ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എഡ്യൂക്കേഷനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അഡ്വാൻസ്ഡ് കോഴ്സസ് ഉണ്ട്, നോർമൽ ട്രെയിനിങ്സ് ഉണ്ട്. ഇനി എക്സാം പ്രിപ്പറേഷൻസിന് വേണ്ടി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാം പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടോ AAPC ഇൻസ്ട്രക്ടർ ലെഡ് ഓൺലൈൻ ട്രെയിനിങ്. ഇപ്പോൾ ഇവിടെ നമ്മൾ സെൽഫായിട്ടുള്ള ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. ഇവിടെ ഇൻസ്ട്രക്ടർ ലെഡ് ആയിട്ടുള്ള ഓൺലൈൻ ട്രെയിനിങ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷനിൽ പോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി നിങ്ങളൊരു സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡറാണ്, നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ടർ ആയിട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു ഇൻസ്ട്രക്ടറിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾ പാസ്സാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് അതിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണോ വേണ്ടത് ആ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. അത് എല്ലാ കൺട്രീസിലും ഒന്നും ഈ സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറിൻ്റെ പോസിബിലിറ്റീസ് അവൈലബിൾ അല്ല. വളരെ ചുരുക്കം ചില കൺട്രീസിൽ മാത്രമേ ഉള്ളൂ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻസ്, അതുപോലെ തന്നെ വെബിനാർസ്, ലോക്കൽ ചാപ്റ്റേഴ്സ്, ഫ്രീ CU വെൻഡർ, CU സെർച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോർ ബിസിനസ്സസ് ആൻഡ് സ്കൂൾ പാർട്ട്ണർഷിപ്സ്, പേയേഴ്സ് ആൻഡ് ഹെൽത്ത് പ്ലാൻസ്, പ്രൊവൈഡേഴ്സ്, എംപ്ലോയി ട്രെയിനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സർട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞു ഏതൊക്കെ സർട്ടിഫിക്കേഷൻസ് ആണ് AAPCയുടെ അണ്ടറിലുള്ളത്. അതിനകത്ത് തന്നെ പോപ്പുലർ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്, ഇനിയും നമുക്ക് എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ എക്സാം എങ്ങനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം, എങ്ങനെ നമ്മുടെ സർട്ടിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മുടെ ക്രെഡൻഷ്യൽസ് എങ്ങനെ വെരിഫൈ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ എന്ന ആ ഒരു ഓപ്ഷനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നെറ്റ്വർക്കിംഗ് ഉണ്ട്, നമ്മുടെ ലോക്കൽ ചാപ്റ്റേഴ്സ്, ഡിസ്കഷൻ ഫോറംസ്, അതുപോലെ തന്നെ എന്തൊക്കെ ഈവൻറ്റ്സ് ആണ് ഇനി അപ്കമിങ് ആയിട്ടുള്ളത്, പിന്നെ സോഷ്യൽ മീഡിയ പേജസിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിംഗ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ റിസോഴ്സസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, കോഡിംഗ് ഓർ ബില്ലിംഗ് സൊല്യൂഷൻസ്, ന്യൂ കോഡിംഗ് ടൂൾസ്, പിന്നെ അതുണ്ട് ജോബ് എക്സ്പീരിയൻസ് ഓർ അപ്രൻറ്റൈസ് റിമൂവൽ, ഓഡിറ്റ് ഓർ കംപ്ലയൻസ് സൊല്യൂഷൻ സർവീസസ്, കരിയർ എൻഹാൻസ്മെൻറ്റ്. ഓക്കെ, ഇവിടെ ഡിഫറെൻറ്റ് ടിപ്സ് കൊടുത്തിട്ടുണ്ട്. ടിപ്പ് ഫോർ ജോബ് സീക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം എന്തൊക്കെ ടിപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഒരു അതുപോലെ തന്നെ റെസ്യൂമിനകത്ത് നമ്മൾ എന്തൊക്കെ ടിപ്സാണ് നമ്മളൊരു റെസ്യൂം പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഈ റെസ്യൂമിനകത്ത് നമ്മൾ എന്തൊക്കെ നമ്മുടെ റെസ്യൂമെ എങ്ങനെ ഒരു അട്രാക്റ്റഡ് ആയിട്ട് ഒരു എംപ്ലോയറിന് ഫീൽ ചെയ്യും, അത് എങ്ങനെ നമ്മൾക്ക് അതിൻ്റെ ഒരു എംപ്ലോയറിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടിപ്സിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ടിപ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെങ്ങനെ പ്ലാൻ ചെയ്യണം, ഹൗ ടു ഡ്രസ്, അതുപോലെ തന്നെ റിമെമ്പർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് ആൾട്ടിറ്റ്യൂഡ്, ദെൻ വാച്ച് യുവർ വേർഡ്സ്, മേക്കപ്പ് ഫോർ വാട്ട് യു ലാക്ക്, ബി പ്രൊഫഷണൽ, സെൻഡ് എ താങ്ക് യു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഇൻ്റർവ്യൂ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അവർ വളരെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ മൊബൈൽ ആപ്സ് ഉണ്ട്. നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആപ്സിൽ കൂടെ നിങ്ങൾക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ഇത് ലോഗിൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. സോ അത് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എങ്ങനെയാണ് എക്സാമിനേഷൻ്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ മൊബൈലിലെ ആപ്പ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കേട്ടോ മെമ്പറുടെ ബെനിഫിറ്റ്, സേവിങ് സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഹെൽത്ത് കെയർ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞത് മെഡിക്കൽ കോഡിംഗ് ബുക്സിനെ കുറിച്ചാണ്. ഇവിടെ ഡിഫറെൻറ്റ് ബുക്സിൻ്റെ പബ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൾക്ക് ഡിസ്കൗണ്ട് ബുക്സ് കണ്ടോ, കുറേ നമ്മൾ ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കംപ്ലീറ്റ് ബൾക്കായിട്ട് എടുക്കുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് അവർ ഓഫർ കൊടുക്കാറുണ്ട്.
അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ബുക്സ് CPT, ICD, ഹെപ്പിക്സ്, കോഡ് ബുക്ക് ബണ്ടിൽസ്. ഇവിടെയും ബുക്ക് ബണ്ടിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മളത് മുന്നേ കണ്ടായിരുന്നു ഏതൊക്കെ ബുക്ക് ബണ്ടിൽസ് ആണുള്ളതെന്നുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവ 259 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇത് മൂന്നെണ്ണം ICD, CPT, ഹെപ്പിക്സ് ഇത് മൂന്നെണ്ണം കിട്ടും. അതുപോലെ തന്നെ ഒരു സ്റ്റഡി ഗൈഡിൻ്റെ ഒരു എക്സ്പേർട്ടായിട്ടുള്ളൊരു സ്റ്റഡി ഗൈഡ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെയുള്ള ബണ്ടിൽ ബുക്സായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട് ബുക്കിൻ്റെ. ഇപ്പോൾ കണ്ടോ, അപ് ടു 61% ഓൺ 2022 ബുക്സ്. ഇപ്പോൾ ഇതുവരെയായിട്ട് റിലീസ് ചെയ്തിട്ടില്ല, നമ്മുടെ ഇതിനകത്ത് കാണിക്കുന്നില്ല. 2021 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ $359.99 ഉള്ള ബുക്ക് ഇപ്പോൾ $229.99 വരുന്നത്. അതുപോലെ തന്നെ ന്യൂസ് ലെറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇതാണ് മെഡിക്കൽ കോഡിംഗ് സോഫ്റ്റ്വെയർ. കോഡിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഡ് ലുക്കപ്പ് സോഫ്റ്റ്വെയർ ഉണ്ട്. നമുക്കിത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്റ്റായിട്ടുള്ള കോഡ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മൾ ടെക്സ്റ്റ് ബുക്സ് നമ്മൾ യൂഷ്വലി വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന ഇതിൽ ഒരു സോഫ്റ്റ്വെയർ കാണും. അതിൽ കൂടെ ആയിരിക്കും നമ്മൾ കോഡ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള കോഡ്സ് നമ്മുടെ നമ്മുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കോഡ്സും കാര്യങ്ങളൊക്കെ ഇൻഷുറൻസിലോട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ടോ, CPT, ഹെപ്പിക്സ്, ICD 10 കോഡ് ലുക്കപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ നോട്ട്സ് ഉണ്ട്, കോഡ് കൺസ്ട്രക്ടർ ഉണ്ട്, ലേ ടേംസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ കോഡ് സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ. ഇവിടെ $69 പെർ ഇയർ ആണ് വരുന്നത്. ഇനി ബേസിക് കോഡർ ആണെന്നുണ്ടെങ്കിൽ $274 പെർ ഇയർ ആണ് ഈ ഒരു സബ്സ്ക്രിപ്ഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത് പ്രോ ഫീ കോഡറാണ്. അത് $469 ആണ് കൊടുക്കുന്നത്. അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ബേസിക് കോഡർ ഉണ്ട്, E&M കാൽക്കുലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ CMS 1500 റിയൽ ടൈം സ്ക്രബ്ബർ ഉണ്ട്, സ്പെഷ്യാലിറ്റി സർവൈവൽ ഗൈഡ് ഉണ്ട്. അപ്പോൾ ഇതതുപോലെ തന്നെ ഡിഫറെൻറ്റ് FAQs, അതുപോലെ തന്നെ കോഡ് ചാറ്റ്സ്, ഫോറംസ്, അതുപോലെ ഏജ് ഓപ്ഷണൽ ആഡ് ഓൺസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മോസ്റ്റ് പോപ്പുലറായിട്ട് വരുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ആനുവലി $469 ആണ് പേ ചെയ്യേണ്ടത് പെർ ഇയർ. പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ് കോഡർ ഉണ്ട്. കംപ്ലീറ്റ് കോഡർ എന്ന് പറയുമ്പോഴത്തേന് $569 ആണ് കൊടുക്കുന്നത്. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുനിന്ന്, നമ്മളിപ്പം എല്ലാ സോഫ്റ്റ്വെയർസിനകത്തും ടെക്സ്റ്റ് ബുക്കിൻ്റെ അത്രയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള കോഡിങ്ങും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എത്രയും ആണോ വന്നിരുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള കോഡ്സ് നമ്മുടെ സിറ്റുവേഷനെ ബേസ് ചെയ്ത് ആപ്റ്റായിട്ടുള്ള കോഡ്സ് കൊടുക്കാനും നിങ്ങൾക്ക് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നു നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ബുക്സ് ഓർ റിസോഴ്സസിനകത്തുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ മെമ്പർഷിപ്പിനകത്തുള്ള എക്സാംസ്, റിസോഴ്സസ്, സേവിങ് സെൻറ്റേഴ്സ്, മെമ്പർ ബെനിഫിറ്റ് എടുത്ത് നോക്കാം നമുക്ക്. ഇത് ഇവിടെ കണ്ട മെമ്പേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് AAPC മെമ്പർ ഇവൻറ്റ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ലോക്കൽ ചാപ്റ്റേഴ്സിൽ, അതുപോലെ തന്നെ കോൺഫറൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മെമ്പർഷിപ്പ്, ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ നമ്മുടെ ലോക്കൽ ചാപ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ്സിൽ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അൺമാച്ച്ഡ് എഡ്യൂക്കേഷൻ ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ കരിയർ റിസോഴ്സസ് ബിയോണ്ട് യുവർ എഡ്യൂക്കേഷൻ, പിന്നെ എക്സ്ക്ലൂസീവ് മെമ്പേഴ്സ് ഓൺലി സേവിങ് സെൻറ്റേഴ്സ്,
പിന്നെ അതുപോലെ തന്നെ AAPC മെമ്പർ പോർട്ടൽ ഇസ് മൊബൈൽ, അതായത് നമ്മുടെ ആ ഒരു CU ട്രാക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയർ ആയിട്ട് നമ്മുടെ മൊബൈൽ ആപ്സിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു റീഡിങ് സ്റ്റോറാണ്. അതുപോലെ തന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് മെമ്പേഴ്സിന് വേണ്ടി ഉണ്ട് എന്നുള്ള ഒരു സെഷനാണ് നമ്മുടെ ഈ ഒരു മെമ്പേഴ്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ കോഡിങ് ആൻഡ് ബില്ലിങ്ങിൻ്റെ ഫ്രീ ടൂൾസ് ഉണ്ട് അതും മെമ്പേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ കണ്ടോ, ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ലേൺ ചെയ്യാൻ പറ്റും. കുറേ റീഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ നോളജ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും പറ്റും. ENM കാൽക്കുലേറ്റർ 2021, അതുപോലെ തന്നെ സാലറി, RVU കാൽക്കുലേറ്റർ, റിസ്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, ഹെൽത്ത് പ്ലാൻ, അങ്ങനെ കുറേ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് റീഡ് ചെയ്യാനും കുറേ കൂടെ നമ്മുടെ നോളജ് ബൂസ്റ്റപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഈവൻറ്റ് കലണ്ടേഴ്സ് ഉണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് റിസോഴ്സസ്, സേവിങ് സെൻറ്റേഴ്സ്. ഇപ്പം മെമ്പർ ബെനിഫിറ്റ് നമ്മൾ നോക്കിയല്ലോ. ഇനിയും എൻ്റെ ചാപ്റ്ററിൻ്റെ കാര്യങ്ങളാണ്. ഇതിപ്പം എൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യങ്ങളാണ്. ഇത് എൻ്റെ ചാപ്റ്ററിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഡയറക്ടറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതാണ് ദുബായ് ഓഫീസിൻ്റെ ഒരിതാണുള്ളത്. സോറി, ഇവിടെ ഡിഫറെൻറ്റ് ഓഫീസേഴ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. പ്രസിഡൻറ്റ്, എഡ്യൂക്കേഷൻ ഓഫീസർ, ട്രഷറർ. ഇതാണ് നമ്മുടെ ദുബായ് ചാപ്റ്ററിൻ്റെ കോൺടാക്റ്റ് ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചാപ്റ്ററിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾസ് എല്ലാം. ഇനി ഇപ്പോൾ ചാപ്റ്ററിൽ എന്തെങ്കിലും ഈവൻറ്റ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദർ ആർ കറൻ്റ്ലി നോ ഈവൻറ്റ്സ് ഫോർ ദിസ് ചാപ്റ്റർ. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടറീസ്, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഡയറക്ടറിയിൽ പോയി ആ മെമ്പേഴ്സിനോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനെ കുറിച്ചും അതുപോലെ നമ്മൾ ഓരോ ടെസ്റ്റ് എക്സാം എഴുതാൻ പോകുമ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഇവിടെ ചില ആൾക്കാർ ജോബ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോറത്തിനകത്ത്. ഇപ്പോൾ കണ്ടോ, CPMA ഗ്രൂപ്പ്, അതുപോലെ തന്നെ ലുക്കിംഗ് ഫോർ എ ജോബ് ആസ് എ കോഡിംഗ് പ്രൊഫഷണൽ, സർട്ടിഫൈഡ് പ്രൊഫഷണൽ കോഡർ, ഇങ്ങനെയുള്ള കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും എക്സാമിന് ശേഷം ഇത് ഇവിടെ അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ ലോക്കൽ ചാപ്റ്ററിൻ്റെ അണ്ടറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ലോക്കൽ ചാപ്റ്ററിനെ കുറിച്ചുള്ളൊരു ഓവർവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, എന്തൊക്കെ ഈവൻറ്റ്സ് ആണ്, ട്രെയിനിങ്സ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ചാപ്റ്റർ വൈസ് നമ്മൾ കണ്ടായിരുന്നല്ലോ. ആ സെയിം തിങ് തന്നെയാണ് നമ്മുടെ കണ്ടോ, ഈ നെറ്റ്വർക്കിംഗ് പോകുമ്പോൾ നമ്മുടെ ലോക്കൽ ചാപ്റ്ററിനെ കുറിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ആ സംഭവങ്ങൾ തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിൽ പോയി മൈ ചാപ്റ്റർ എടുത്തിട്ട് താഴോട്ട് വരുമ്പോൾ മൈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊന്ന് നമുക്ക് കയറി ഓരോ കാര്യങ്ങളും നോക്കാം. ഇതുപോലെ തന്നെ ട്രെയിനിങ്സ് ആൻഡ് ന്യൂസസ്, റിസോഴ്സസ് ആൻഡ് പോളിസീസ്, ഈവൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ നെറ്റ്വർക്കിങ്ങിനകത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. കണ്ടോ, ഇവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മളെ ഇവിടെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈ ഒരു സോഷ്യൽ മീഡിയ പേജിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ട്വിറ്റർ അല്ലെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ, ഇതിനകത്തൊക്കെ നമ്മുടെ ആ ഒരു AAPCയുടെ കാര്യങ്ങൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയ നോളജ് സെൻറ്ററിലെ പുതിയ അപ്ഡേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2022 ICD-10 ഗൈഡ് ലൈൻസ് റിലീസ്ഡ്. അപ്പോൾ ന്യൂ റൂൾസ് അല്ലെങ്കിൽ ന്യൂ ഗൈഡ് ലൈൻസ് റിലീസായിട്ടുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇതൊക്കെ വീഡിയോസ് നമ്മൾ പിന്നെ ചെയ്യുന്നതായിരിക്കും. കണ്ടോ, ഇത് ദിസ് വാസ് എ സോഷ്യൽ അവർ, AAPC സോഷ്യൽ അവർ ആയിരുന്നു 20th ജൂലൈ. കണ്ടോ, പല കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് കണ്ടോ, എമേർജിങ് ടെക്നോളജിയെക്കുറിച്ചുള്ള ഒരു നോളജ് സെൻറ്ററിനകത്ത് ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്.
അത് നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്ക് ഡീറ്റെയിൽസ് ഇതിനകത്ത് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നോളജ് സെൻറ്ററിൽ ഇത് പോയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിങ്ങിൽ പോയിട്ട് നമ്മുടെ ഈ ഒരു നോളജ് അപ്ലിഫ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നോളജ് സെൻറ്ററിൽ പോയാലും അത് കിട്ടും ഡയറക്റ്റായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസിൽ ഈ പേജസൊക്കെ നമ്മളൊന്ന് ലൈക്ക് ചെയ്യുകയോ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇന്ന ഒരു കാര്യം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ലോഗിൻ പേജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ആ ഒരു ലോഗിൻ പേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കീപ് സപ്പോർട്ടിങ്. ബൈ.